ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ക്ലീൻ ചെയ്യണം, എല്ലാം മാറണമെന്നുണ്ടെങ്കിൽ മാറണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ എയർ ഫിൽറ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം റേറ്റ് 262. ഇത് ബജാജിൻ്റെ ജെന്യൂൻ സ്പെയർ പാർട്സിന് അടുത്താണ്. അപ്പോൾ വണ്ടി നമ്മൾ എന്തായാലും ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ടൈമാണ്, എത്രമാത്രം വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുക ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വണ്ടിയുടെ ഫെയറിംഗ് അഴിക്കുന്നതെന്ന് പറയുന്നത് വളരെ പാടുള്ള പരിപാടിയൊന്നുമല്ല. ഏതൊക്കെ നട്ട് ബോൾട്ടും എവിടെയൊക്കെ അഴിക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ഇതിൽ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് അഴിച്ചു തുടങ്ങാം. ഇതിലിപ്പോൾ വിസിബിളായിട്ട് നമ്മൾ അഴിക്കേണ്ട ബോൾട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോൾട്ടുണ്ട്, അതേപോലെ ഇവിടെ ഒരു ബോൾട്ടുണ്ട്, അത് എനിക്ക് അപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ ഈ ടാങ്കിനെ ഹോൾഡ് ചെയ്യുന്ന ഈ 2 ബോൾട്ട് നമ്മൾ അഴിക്കണം. പിന്നെ സീറ്റ് അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 ഹോൾഡുള്ള ഇത് കാണും, അത് നമ്മൾ അഴിക്കണം. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഇവിടത്തെ ഒരു അല്ലെങ്കിൽ ബോൾട്ടുണ്ട്, അതഴിക്കണം, അപ്പുറത്തും അഴിക്കണം. അതേപോലെ ഇവിടെ 2 സ്ക്രൂസ് വരുന്നുണ്ട്, അത് 2 അഴിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ഫ്ലാഷ് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫിയറിങ്ങിൻ്റെ അകത്ത് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, അത് എനിക്ക് അപ്പുറത്തെ സൈഡിലും. പിന്നെ ഇവിടെ ഈ വരുന്ന ഈ ബോൾട്ട് അത് എനിക്ക് അപ്പുറത്തെ സൈഡിലുള്ളതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിയറിങ് ഊരി എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഈ ടാങ്കിൻ്റെ മുകളിലുള്ള 2 ബോൾട്ട് അഴിച്ചെടുക്കാം. ഇത് 2 അലങ്കി ബോൾട്ടാണ് വരുന്നത്. ഇതേപോലെ മറ്റേത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. പിന്നെ അഴിക്കുന്ന ബോട്ടെല്ലാം എവിടെയെങ്കിലും സെപ്പറേറ്റ് സൂക്ഷിച്ച് വയ്ക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ തിരിച്ച് വെക്കാൻ നേരത്ത് ബോട്ടുകൾ ഏതെങ്കിലും ഇടാൻ മറന്നു പോവുകയോ കളഞ്ഞു പോവുകയോ ചെയ്യും. അഴിക്കാൻ നേരത്തെ എന്തായാലും നമ്മൾ 2 സീറ്റ് റിമൂവ് ചെയ്യണം. ഇവിടെ ആയിട്ട് 2 ബോൾട്ട് വരുന്നുണ്ട് ഫെയറിങ്ങിന്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഡിക്കേറ്റർ ഈ ഫെയറിങ്ങിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് 2 എണ്ണവും. അപ്പോൾ അതിൻ്റെ കൂടെ ഡിസ്കണക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഫെയറിങ്ങിൻ്റെ അകത്തുള്ള ഈ സ്ക്രൂകൾ അഴിക്കാം. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എല്ലാം അഴിച്ച് കഴിഞ്ഞിട്ട് ഏതൊക്കെ ബോൾട്ടാണ് എവിടെയൊക്കെയാണ് അഴിക്കേണ്ടതെന്നൊക്കെ മോർണിംഗിൽ ആ വീഡിയോ ഇട്ടേക്കാം. 2 സൈഡിലും ഫെയറിങ്ങും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്തൊരു പിൻലോക്ക് കണക്ക് സെറ്റപ്പ് വരുന്നുണ്ട്. അതെന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് അകത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്ക് എളുപ്പം തന്നെ ഊരിയെടുക്കാം. പിൻലോക്കിൻ്റെ മെക്കാനിസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കും. നമ്മൾ വല്ലതും പ്രസ് ചെയ്യുമ്പോൾ ഈ ലോക്ക് ലൂസ് ആവുകയും നമുക്ക് ഇത് എളുപ്പത്തിൽ ഊരിയെടുക്കാനും പറ്റും. ഇതൊക്കെ അപ്പുറത്തേക്ക് നമ്മളിനി ഊരിയെടുക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് ഡിസ്കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ ആ കണക്ഷൻ ഡോർ വരുന്നത്. ഈ ഫെയറിങ്ങിൽ കൂടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. നമുക്കിത് ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ 2 ഇൻഡിക്കേറ്ററിൻ്റെ വേറെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ വേറെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ വെളിയിൽ നിന്ന് വിസിബിളായിട്ടുള്ള എല്ലാ നട്ടും ബോൾട്ടും നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അകത്ത് വരുന്ന ഇവിടുത്തെ ഒരു ബോൾട്ട് അഴിക്കാനുണ്ട്. ഇനി ഇവിടെ വരുന്നൊരു അല്ലെങ്കിൽ ഇതൂടെ അഴിക്കാനുണ്ട്. അതോടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയറിങ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും നട്ടും ബോൾട്ടും എല്ലാം ഊരി കഴിഞ്ഞപ്പോൾ നമ്മളെ ഫെയറിങ് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനി ടാങ്ക് കൂടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കാര്യം നോക്കാം. പറഞ്ഞ 2 ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് ഇതാണ്. ഇപ്പോൾ ഈ കണക്ഷൻസ് ഊരാതെ എടുക്കുകയും എന്തായാലും നമുക്ക് ഈ കണക്ഷൻ ഊരിയേ പറ്റൂ. അല്ലാതെ ഇൻഡിക്കേറ്റർ ഊരി കഴിഞ്ഞാലും ഈ ഗ്യാപ്പിൽ കൊടുത്ത് അകത്തോട്ട് കയറത്തില്ല. അപ്പോൾ ഇത് 2 ഊരി ഈ ഫെയറിങ് ഊരിയെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ നട്ടും ബോൾട്ടും അഴിച്ചിട്ട് 2 സൈഡിലും ഫെയറിങ് വെളിയിലോട്ട് ചെറുതായിട്ട് അകർത്തിയിട്ട് സ്ലൈഡ് ചെയ്ത് പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഫെയറിങ് വണ്ടിയിൽ നിന്ന് ഊരി വരും. ഈ സഭ ഫെയറിങ് എല്ലാം മൊത്തം അഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ടാങ്ക് ഇളക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ഫ്യൂലിൻ്റെ സ്വിച്ച്. ഇപ്പോൾ ഇത് റിസർവിലാണ് കിടക്കുന്നത്. ഈ നോബ് നമ്മൾ ഫ്യൂൽ ഓഫ് ചെയ്യണം. ഈ നോബ് തിരിച്ച് നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ ഫ്യൂൽ ഓഫാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്യൂൽ ഗേജിൻ്റെ വയറാണ്, കണക്ഷനാണ്. അപ്പോൾ ഇതും നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം ഇത് ഊരുന്നതിന് മുമ്പ്. അടുത്തതായിട്ട് ടാങ്കിൻ്റെ ടോപ്പിലായിട്ട് ഓവർഫ്ലോയിൻ്റെ ഒരു ഹോസ് വരുന്നുണ്ട്. നമ്മൾ ക്ലിപ്പ് റിമൂവ് ചെയ്ത് ഇതും ഡിറ്റാച്ച് ചെയ്തെടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കണക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ടാങ്ക് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്ന 3 ബോൾട്ടിൻ്റെ ബലത്തിലാണ്. ഇവിടെ ഒരു ബോൾട്ടുണ്ട്, അത് എനിക്ക് റൈറ്റ് സൈഡിലും. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ബോൾട്ടാണ് ഇട്ടിരുന്നത്. അതിപ്പോൾ ഞാൻ ഒരു അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടാങ്ക് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഫ്യൂവലിൻ്റെ ഹോസും കൂടെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. 2 സൈഡിലെ ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക്
പൂർണ്ണമായിട്ടും ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് WD-40 അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പരിശ്രമത്തിന് ശേഷം വീഡിയോ എടുക്കാനും ഹെൽപ്പ് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട്. എടാ പതുക്കെ ഒന്ന് പൊക്കിയടാ. ഇത് പൊക്കിയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഈ ഫ്യൂവലിൻ്റെ ഒരു ഹോസ് ഉണ്ട്, അതുകൂടെ നമുക്കിപ്പോൾ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫ്യൂൽ ഹോസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്ത് തുടങ്ങി മാറ്റി വയ്ക്കാം. ഇതിലിപ്പോൾ 1-2 ലിറ്റർ എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു. ടാങ്കിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ടാങ്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ എയർ ബോക്സ്. അപ്പോൾ എയർ ബോക്സിൻ്റെ ഇവിടെ 2 ബോൾട്ട് ഉണ്ട്. അതേ കണക്ക് ഇവിടെ 2 ബോൾട്ട്, അത് 2 ഊരിക്കഴിഞ്ഞാൽ നമുക്ക് എയർ ബോക്സ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എയർ ബോക്സിൻ്റെ 4 ബോൾട്ടുകളും ഊരി എടുത്തു കഴിഞ്ഞു. ഇനി ഇപ്പം തന്നെ ഒരുപാട് ബോൾട്ടായി. അപ്പം ഞാൻ ഓരോന്നും പല സ്ഥലത്തോട്ടാണ് മാറ്റി വെക്കുന്നത്. എയർ ബോക്സ് ഇനി നമുക്ക് ഡയറക്റ്റ് പൊക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എയർ ഫിൽറ്റർ ബോക്സ് അയച്ച് എടുത്തിട്ടുണ്ട്. ഹൗസ് നമുക്ക് നോക്കാം. പുറമേ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അകത്ത്. അപ്പോൾ എയർ ഫിൽറ്റർ മാറേണ്ട അവസ്ഥയൊന്നും ഇതുവരെ ആയിട്ടില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്തിടേണ്ടതേ ഉള്ളൂ. ചെറിയ രീതിക്ക് പൊടിയൊക്കെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിത് ഊരിയെടുത്ത എയർ ഫിൽറ്റർ. ഞാനിപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിടാവുന്ന ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്തായാലും പുതിയ എയർ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുമുണ്ട്. ഒരു 1500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സർവീസ് എന്തായാലും ആവും. അപ്പോഴും ഞാൻ തന്നെ വീണ്ടും അയച്ച് മാറേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ പുതിയ എയർ ഫിൽറ്റർ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത സർവീസിൽ എനിക്ക് ഓയിൽ ഫിൽറ്ററൂടെ മാത്രം മാറ്റിയാൽ മതി. ഇത് സ്പാർക്ക് പ്ലഗ് എല്ലാം ഞാൻ ഇപ്പോൾ തന്നെ പുതിയത് കഴിഞ്ഞ ഒരു 2000 കിലോമീറ്റർ മുമ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലോട്ട് സെറ്റ് ചെയ്യാം. ഇതിൽ പുതിയ എയർ ഫിൽറ്റർ നമ്മൾ എയർ ഫിൽറ്റർ ബോക്സിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് പഴയ കണക്ക് വെച്ച് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബോൾട്ടുകളും ഇട്ട് കൊടുക്കാം. ഇത് സ്ലൈഡിങ് ലോക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇതിൽ വെച്ച് പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കാവും. പിന്നെ ഈ ബോൾട്ടുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയർ ബോക്സ് അതിൻ്റെ പൊസിഷനിൽ തന്നെ സെറ്റായിട്ടിരുന്നോളും. ഈ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ 4 ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം 3 ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഇടാനുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. വീണ്ടും എൻ്റെ സഹായി പോയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്ററും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ ബോക്സും തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഇതിനായിട്ട് അലൈൻ ചെയ്ത് വേണം ഈ എയറിൻ്റെ ഇൻടേക്ക് വെക്കാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ നേരത്ത് വാക്യൂം പിസ്റ്റനും മാറി, ഫ്യൂൽ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ അതിൽ എയർ ഫിൽറ്റർ മാത്രമാണ് അന്ന് മാറാതിരുന്നത്. അപ്പോൾ ഇനി അടുത്ത 57,000 കിലോമീറ്ററിൽ വണ്ടി സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതെല്ലാം ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ആക്സിലറേറ്റർ കേബിൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിൽ ഫിൽറ്ററോടെ മാത്രം മാറിയാൽ മതി. ഇനി ഈ കിറ്റൊന്നും തൽക്കാലത്തേക്ക് കുറേ ആളത്തേക്ക് അഴിക്കേണ്ടി വരില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച ടാങ്ക്, അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴാണ് അഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് കിറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം രീതിയിൽ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നേരത്തെ വണ്ടിയിലോട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ടാങ്ക് ഇതിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്യൂൽ ഹോസ് ഇതിലോട്ട് കണക്ട് ചെയ്യണം. അതിന് സെറ്റ് ചെയ്തതിന് ശേഷമായാലും നമുക്ക് ഈ ഫ്യൂൽ ഗേജിൻ്റെ ഒരു കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇത് കണക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ ഫ്യൂലിൻ്റെ ഹോസ് കറക്റ്റായിട്ട് ഇതിലോട്ട് സെറ്റ് ചെയ്യണം. കുറച്ചും താത്താണ്. അപ്പോൾ സെറ്റ് ചെയ്യണം ഇതിലോട്ട്. അപ്പോൾ ടാങ്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ നട്ടെല്ലാം ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഫ്യൂൽ ഹോസ് കണക്ട് ചെയ്യണം. പിന്നെ ഓവർഫ്ലോ ഹോസ് ഇതിലോട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഈ ഫ്യൂൽ ഗേജിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ കൊടുത്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എല്ലാം നട്ടുവിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ കണക്ഷനും കൊടുക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി കൊടുക്കേണ്ടത് ഫ്യൂൽ ഗേജിൻ്റെ കണക്ഷനാണ്. അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂൽ ഗേജ് വർക്കാവും. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ടാങ്കിൻ്റെ ബോൾട്ടെല്ലാം ഉറപ്പിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ടാങ്ക് ഊരാൻ നേരത്ത് നമ്മുടെ ഫ്യൂൽ ഓഫാക്കിയാണ് വെച്ചിരുന്നത്. ഈ നട്ടെല്ലാം ഇട്ടതിന് ശേഷം ഫ്യൂലൂടെ റിസർവിലോ ഓണോ നിങ്ങളിൽ എത്രമാത്രം എണ്ണ ഉണ്ട് അത് രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കണക്ഷനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ടാങ്ക് ഇതിലോട്ട് ഉറപ്പിച്ച് സെറ്റ് ചെയ്യാം. ഈ ബോട്ടെല്ലാം ഇട്ടിട്ട് നിർത്തിക്കും. അപ്പോൾ ടാങ്കിൻ്റെ സെറ്റിങ്ങും കണക്ഷൻസും എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്യൂൽ നോബ് ഓണാക്കാം. അത് കഴിഞ്ഞ് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നെന്തായാലും രാത്രി സമയം ഏറെ വൈകി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും രാത്രി ഇപ്പോൾ ഇത്ര പരിപാടികളൊക്കെ ഉള്ളൂ. ഇനി ബാക്കി ഫെയറിംഗ് ഒക്കെ നാളെ രാവിലെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒന്നുകൂടെ ഞാൻ ഏതൊക്കെ ബോൾട്ട് എവിടേക്കാണ് അടിക്കേണ്ടതെന്നൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഷെയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ നാളെ രാവിലെ. കേസ് അപ്പോൾ ഇന്നലെ നൈറ്റ് തന്നെ വണ്ടിയുടെ ടാങ്കും സെറ്റ് ചെയ്ത് എയർ ഫിൽറ്ററും ചേഞ്ച് ചെയ്ത് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടാങ്കിൻ്റെ കണക്ഷൻസ് തിരിച്ച് ഊരിയ പോലെ തന്നെ തിരിച്ച് കൊടുക്കണം. മെയിനായിട്ട് ആദ്യം കൊടുക്കേണ്ടത് നമ്മളെ പെട്രോളിൻ്റെ ഓഫ് തിരിച്ച് കൊടുക്കണം. പിന്നെ ടോപ്പിലായിട്ട് വരുന്ന ഓവർഫ്ലോയിൻ്റെ അത് കൊടുക്കണം. പിന്നെ ഫ്യൂൽ ഗേജിൻ്റെ അഡാപ്റ്ററും അതേ കണക്ക് കണക്ട് ചെയ്യണം. പിന്നെ ടാങ്ക് മെയിനായിട്ട് നിൽക്കുന്നത് 2 സൈഡിലുള്ള ബോൾട്ടാണ്. പിന്നെ ഫ്രണ്ടിലൊരു ബോൾട്ട് വരുന്നുണ്ട്. അങ്ങനെ 3 ബോൾട്ടിൻ്റെ ഹോളിലാണ് ടാങ്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഫെയറിങ് സെറ്റ് ചെയ്യാം. വണ്ടിയുടെ ഫെയറിങ് ജസ്റ്റ് എടുത്ത് വണ്ടിയിലോട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു നട്ടോ ബോൾട്ടോ സ്ക്രൂ ഒന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ തിരിച്ചെടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. 2 സൈഡിൽ നിന്നും ബാക്കിൽ നിന്നിട്ട് ഫെയറിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് അകത്തി പിടിച്ചിട്ട് നൈസിന് ആ ഓരോ സ്ഥലത്തെ ഗ്യാപ്പ് നോക്കി നൈസിന് സ്ലൈഡ് ചെയ്ത് ഇറക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പൊക്കി എല്ലാ സ്ഥലത്തെ അലൈൻമെൻറ്റ് കറക്റ്റ് കൊടുത്തതിന് ശേഷം നട്ടെല്ലായിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിനെ നട്ടുകളൊക്കെ സെറ്റ് ചെയ്യാം. ഈ ഫെയറിങ് തിരിച്ച് വെക്കാൻ നേരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഈ ഫെയറിങ്ങിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റും ഹോൾഡും വരുന്ന ബോൾട്ടുകളാണ് ആദ്യം ഇടാൻ. അതും ഫുൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഈ ടാങ്കിൻ്റെ താഴെ വരുന്ന 2 ഇതാണ് ടൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇടാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ 2 ബോൾട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് 2 സൈഡിൽ 2 സ്റ്റേ വരുന്നുണ്ട്, അതും സെറ്റ് ചെയ്ത്, പിന്നെ ഫ്രണ്ട് 2 അലങ്കി ബോൾട്ട് നേരത്തെ ഊരിയെടുത്തുണ്ട്, അതും സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് അലൈൻമെൻറ്റ് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയതിനു ശേഷമായിരിക്കും ഞാൻ ഈ ഫെയറിങ്ങിൻ്റെ ബാക്കി ബോൾട്ടൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ 2 8mm ബോൾട്ടിലാണ് ഈ അകത്തെ ഈ ഇന്നർ ഫെയറിങ്ങിൽ ഹോൾഡ് വരുന്നത്. അപ്പോൾ ഇത് 2 ഇട്ടതിന് ശേഷം പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 എല്ലങ്കി ബോൾട്ട് വരുന്നത്. ഞാൻ നേരത്തെ എല്ലങ്കി ബോൾട്ട് വരുന്നത് അത് 2 ഇട്ട് സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് ചെയ്ത ബോൾട്ടെല്ലാം ജസ്റ്റ് ഹാൻഡ് ടൈറ്റേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കറക്റ്റ് എവിടെയെങ്കിലും അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ 2 അലങ്കി ബോൾട്ടും സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ പിന്നോക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഏകദേശം അലൈൻമെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഫെയറിങ്ങിന് 2 സൈഡിലുമായിട്ട് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇതിനൊക്കെ അപ്പുറത്തും വരുന്നത്, അത് 2 ഇടാം. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ ഇതിൽ ആയിട്ട് അറ്റാച്ച് ചെയ്ത നട്ടിൻ്റെ എൻ്റെ ത്രെഡ് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ നട്ട് അകത്ത് നിന്ന് കൈവച്ച് പിടിച്ചിട്ട് വെളിയിൽ നിന്ന് ഈ നട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ച ബോട്ടെല്ലാം തിരിച്ച് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബോട്ടുകളോട് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫിയറിങ്ങിൻ്റെ വെളിയിലുള്ള ബോൾട്ട് മൊത്തം ഇങ്ങനെ ഒരു ട്രെയിനൊക്കെ ഇട്ട് വെച്ച് വയ്ക്കുകയും പിന്നെ അകത്തുള്ള ബോൾട്ട് സെപ്പറേറ്റ് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏതൊക്കെ ബോൾട്ട് എവിടെയൊക്കെയാണെന്ന് അറിയാൻ പറ്റും. സെറ്റ് ചെയ്യാൻ നേരത്തെ തിരിച്ച് ഏതൊക്കെ ബോൾട്ടാണ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ടാങ്കിൻ്റെ താഴെയായിട്ട് 2 ബോൾട്ട് വരുന്നുണ്ട്, അത് നമ്മൾ ഇടണം. പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ 2 അലങ്കി ബോൾട്ട് ഉണ്ട്, അത് എനിക്ക് ഇവിടെ 1 2 3 4 അലങ്കി ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ സൈഡിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെയുമായിട്ടൊരു ബോൾട്ട് വരുന്നുണ്ട്, അങ്ങനെ 2 എണ്ണം അപ്പർ സൈഡിലും ഉണ്ട്. പിന്നെ ഈ ഫെയറിങ്ങിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു അലങ്കി ബോൾട്ട് ഉണ്ട്, അത് എനിക്ക് അവിടെ ഒരു 9mm ബോൾട്ട് ഇടാനുണ്ട്, അത് എനിക്ക് ഇപ്പുറത്തെ സൈഡിലും ഇടാനുണ്ട്. പിന്നെ ഫെയറിങ്ങിൻ്റെ 2 സൈഡിലുമായിട്ട് ഇവിടെ ഒരു പിൻലോക്ക് കണക്കത്തെ ബോൾട്ട് ഉണ്ട്, അപ്പോൾ ആ പിൻലോക്ക് കൂടെ ഇട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഫെയറിങ്ങിൻ്റെ അകത്തായിട്ട് ഇവിടെ 2 സ്ക്രൂവും അപ്പുറത്ത് 2 സ്ക്രൂവും വരുന്നുണ്ട്. അപ്പോൾ ഇത് 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞോടെ ഫെയറിങ്ങിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഇട്ട ബോൾട്ടെല്ലാം ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എല്ലാം ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫെയറിങ്ങിൻ്റെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാ ബോൾട്ടും ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നോക്കിയതിന് ശേഷം എല്ലാ ബോൾട്ടും കറക്റ്റ് ഇട്ടിട്ടുണ്ടോ ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് സീറ്റ്സും സൈഡ് പാനൽസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരേ ഒരു കാര്യം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ ഡിസ്കണക്ട് ചെയ്ത ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് തിരിച്ചു കൊടുക്കണം. അത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, അത് ഈ മുകളിൽ കൂടെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നമുക്ക് എളുപ്പം. സൈഡിലെ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി വണ്ടി ഓണാക്കിയിട്ട് ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ടോ എന്നൂടെ ചെക്ക് ചെയ്യണം. വണ്ടിയുടെ വർക്കെല്ലാം നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിയറിംഗ് ഒക്കെ അടിക്കുന്ന നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് തോന്നിയാലും ആദ്യം ഏതൊക്കെ നട്ട് എവിടെയൊക്കെ അടിക്കണം നമ്മൾ ആദ്യം നോക്കി വെക്കണം. പിന്നെ നമ്മുടെ അതിനുള്ള ടൂൾസും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അടിച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയെ ഇതെല്ലാം ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.